എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട്. 1050 കോടി രൂപയാണ് 2026 ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി, ഇതെല്ലാം ഉണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കും എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനവകുപ്പ് ഇതിന് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം നടത്തും. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം 25-ാം തീയതി ബുധനാഴ്ച ക്രെഡിറ്റ് ആകുന്നതാണ്. 2 ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും. അടുത്ത മാസം 5-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാസത്തെ പെൻഷനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തിരുന്നു. അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ 8,46,000-ഓളം ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്നതാണ്. 300, 200, 500 കുറവുള്ള ആളുകൾക്ക് തുക വിതരണത്തിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ആ തുക നൽകാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക അനുവദിക്കുന്ന സമയത്ത് ഈ ഒരു തുക കൂടി അനുവദിച്ചിട്ടുള്ളത്. ഇതിന് 24.21 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇനി വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഇത് മാർച്ച് 31-ന് മുമ്പാണ് സമർപ്പിക്കേണ്ടത്. അതിനു മുമ്പ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് 2020 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. ഓരോ തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. ജൂൺ 30 വരെ ഇതിനും സമയമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.